എവ്രിവൺ ആൻഡ് ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മൾ വളരെ ബേസിക്കായിട്ട് ചെയ്യുന്നത് ഡ്രോയിങ്സ് തന്നെയാണ് പെൻസിൽ ഷെയ്ഡിങ്ങിൽ നോക്കുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം പെൻസിൽ ഷെയ്ഡിങ്ങിൻ്റെ ഒപ്പം കളർ പെൻസിൽ ഷെയ്ഡിങ് ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പിൽ. പിന്നെ നമ്മളൊരു 5 സ്റ്റെപ്പായിട്ടായിരിക്കും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈച്ച് സ്റ്റെപ്പ് വിൽ ബി ഈച്ച് വീഡിയോ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഈ മുകളിലാണ് വരയ്ക്കുന്നത്. ആദ്യം HBയുടെ പെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഡ്രോ ഇങ്ങനെ സ്റ്റെമ്മ് വരയ്ക്കണം. നമ്മൾ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഒരു ഫ്ലവർ വരയ്ക്കാം. വളരെ തിന്നായിട്ട് ആ ഫ്ലവറിൻ്റെ സ്റ്റെമ്മ് നമ്മൾ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ അതിൻ്റെ ലോവർ പാർട്ട് ഒരു ലീഫ് വരച്ചു. ഇനി അതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്കും ഈ ലീഫ് വരച്ചു കൊടുക്കും. ഇവിടെ ചെറിയ ചെറിയ ലീഫുകളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ലീഫും 2 ലീഫും. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 1. നമുക്ക് ഇനി വേണമെങ്കിൽ ഒന്ന് ബോർഡർ ഇട്ട് ഇതൊന്ന് സെറ്റാക്കി കൊടുക്കാം. ദിസ് ഇസ് സ്റ്റെപ്പ് 1. ഞാനത് സ്റ്റെപ്പ് 1 എന്നുള്ളത് എഴുതുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ. ഇനി സ്റ്റെപ്പ് 2 വരുമ്പോൾ ഇതേ സെയിം ഡിസൈൻ നമ്മൾ വരയ്ക്കുകയാണ്. ഇത്രയും നമ്മൾ നേരത്തെ വരച്ചതാണല്ലോ. ഇനി ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരും ഒരു ലൈന്, പിന്നെ അതിൻ്റെ അറ്റം മാത്രം ഒന്ന് കേർവ് ചെയ്യുക. അതേപോലെ ഇവിടെ നിന്നും ഒരു ലൈൻ അറ്റം ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിന് ഉള്ളിലേക്ക് കൊണ്ടുവരിക. കുറച്ചൊരു സിക്സാക്കൊക്കെ പോലെ വരയ്ക്കുക. ഇതാണ് സ്റ്റെപ്പ് 2. ഇനി നമുക്ക് സ്റ്റെപ്പ് 3 ഇവിടെ വരയ്ക്കാം. സ്റ്റെപ്പ് 3 വരയ്ക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ ലീഫും വരയ്ക്കാനുണ്ട്. ഇങ്ങനെ ഒരു വരയ്ക്കുക. ആൻഡ് താഴത്തെ ലൈനിനെ കൊണ്ടുപോയിട്ട് ചെറുതാക്കി ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യാം. ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ലീഫിന് ഇപ്പുറത്തും യൂസ് ചെയ്യുക. ഒരു കർവ്ഡ് ലൈൻ വരച്ചു. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴത്തെ ലൈനിൽ അതേ ഫോർമാറ്റിൽ കൊണ്ടുപോയിട്ട് മുകളിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. സോ ദിസ് വിൽ ബി സ്റ്റെപ്പ് 2. ഇനി സ്റ്റെപ്പ് 3ക്ക് നമുക്ക് ഫൈനലായിട്ടുള്ള ഫുൾ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ കിട്ടും. സ്റ്റെമ്മ് വരച്ചു. ആ ഒരു സെക്കൻഡ് സ്ട്രക്ചർ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഞാൻ ലീഫ് വരയ്ക്കുകയാണ്. ഇനി ഇതിന് മുകളിൽ എങ്ങനെയാണ് ഫ്ലവർ വരുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഐ ഷോ യു ഫ്രം ദിസ് സൈഡ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുന്നത്. ഒരു ലൈന് നമ്മൾ 2 ലൈൻ ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, ഒരു ഇറഗുലർ ഷേപ്പ് ആക്കിയിട്ട് വരച്ചാൽ മതി. ഒരു സ്പെസിഫിക് ആയിട്ട് എല്ലാ പ്ലാന്റും ഒരേ ഓർഡറിൽ വരണം എന്നില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓരോരോ ലെയറായിട്ട് വരച്ചു കൊടുക്കാം. ഇത് ഫസ്റ്റത്തെ ലെയറാണ് കേട്ടോ. ഫസ്റ്റത്തെ ലെയറിൽ ഇത്രയും ലീഫ് പെറ്റൽസ് വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ എടുക്കാം. രണ്ട് ലെയറായി.
ഇനി മൂന്നാമത്തെ ലെയർ ഇവിടെ മാത്രമാണ് വരുന്നത്. വേണമെങ്കിൽ ഒരു നാലാമത്തെ ലെയറും കൂടെ കൊടുക്കാമെന്നേ ഉള്ളൂ. അതെല്ലാം ചെറുതായി പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ. ഇനി നമ്മൾ ഈ ഫ്ലവറിനെ കംപ്ലീറ്റായി വരച്ച് അതിന് നമുക്ക് ഷെയ്ഡിങ്സ് കൊടുക്കണം. ഷെയ്ഡിങ്സ് കൊടുക്കുന്നത് കളർ പെൻസിലിലെ ഷെയ്ഡിങ്സാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫോർ ഐ ബിഗിൻ ഞാനിവിടെ സ്റ്റെപ്പ് 2 എന്ന് എഴുതിയിട്ടുണ്ട്, സ്റ്റെപ്പ് 3 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 സ്റ്റെപ്പ് കിട്ടി. ഇനി നമുക്ക് ഫൈനൽ ചെയ്യാം. സോ നമുക്ക് ഇനി ഇതിൻ്റെ ബിഗർ വൺ വരയ്ക്കാം. ബിഗർ വൺ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് സ്റ്റെം ആൻഡ് ലീവ്സ് ട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വലുതാക്കിയാണ് വരയ്ക്കുന്നത്. ഞാൻ HP പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ലീഫായി, അടുത്ത ലീഫായി. ഓൾറൈറ്റ്, ഇനി നമ്മൾ ഈ ഒരു ഭാഗം ബാക്കിയുള്ളതും കൂടെ വരയ്ക്കാം. ഇത്രയും ഇതിന് ഒരു കളർ ടോണാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഡാർക്ക് ഗ്രീൻ എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ 3 ടൈപ്പ് ഗ്രീൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഗ്രീന് ചിലപ്പോൾ ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ മാത്രമായിട്ട് ഉണ്ടാവുക, ബട്ട് ദാറ്റ്സ് ഓക്കെ. ഫസ്റ്റ് നമുക്ക് ഈ ഞാനൊരു നടുവിലുള്ള ഗ്രീന്, അതായത് ഒരു നമ്മൾ അക്രലിക്കിൻ്റെ കയ്യിൽ സാപ്പ് ഗ്രീൻ എന്നാണ് പറയാം, പക്ഷേ ഇറ്റ് ഇസ് എ ഡാർക്ക് ടോൺ. ആ ഡാർക്കർ ടോണ് ഇങ്ങനെ ബോർഡറായിട്ട് കൊടുക്കണം. ബോർഡർ മാത്രമാണ് നടുവിലേക്ക് ഫില്ല് ചെയ്യരുത്. ഞാൻ യൂസ് ചെയ്യുന്ന പെൻസിൽ ഡോംസിൻ്റെ ആണ് കേട്ടോ. ഡോംസിൻ്റെ സ്മൂത്തായിട്ടുള്ള കളർ പെൻസിൽസാണ്. നമ്മൾ വരച്ച ഓരോ സെഗ്മെൻറ്റിലും ഞാൻ ഈ കളർ ഷെയ്ഡിങ് കൊടുക്കുന്നുണ്ട്. പിന്നില്ലേ? സോ ഇത് നമ്മൾ ചെയ്തു. ഇനി ഞാൻ ലൈറ്റർ ഗ്രീൻ എടുക്കുകയാണ്. വളരെ ലൈറ്റായിട്ടുള്ള ഗ്രീൻ അതെടുത്തിട്ട് ഉള്ളിൽ വളരെ ബേസിക് ഷെയ്ഡിങ്ങിൽ നമ്മൾ ചെയ്യുന്ന അത് കൊടുക്കുക. ഇത് ഔട്ട്ലൈനിങ് ആൻഡ് ഫില്ലിംഗ് മോഡലാണ് കേട്ടോ. നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തു, എന്നിട്ട് വി ജസ്റ്റ് ഗിവിങ് ഇറ്റ് എ ഫില്ലിംഗ്. ഒരേ കളറിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിനെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഫില്ലിംഗ് ആണ് ഇത്.
ഇങ്ങനത്തെ നമുക്ക് സെയിം തന്നെ ഒരു 2 3 ചെയ്യാം. സോ അതിനൊരു ഡബിൾ കളർ എഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഗ്രീൻ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് മുകളിലത്തെ ഫ്ലവർ പാർട്ടാണ്. നമുക്ക് നമ്മുടെ ഫ്ലവർ വരയ്ക്കാം. സോ ഞാനത് ഓക്കെ. സോ നമുക്ക് ലൈൻ കൊടുത്തു. ഞാൻ പെൻസിൽ കൊണ്ട് വരയ്ക്കുകയാണ്. ഇനി അടുത്ത ലെയർ വരയ്ക്കും. അടുത്ത ലെയർ വരയ്ക്കുമ്പോൾ നടുവിലത്തെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ നടുവെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. മൂന്നാമത്തെ ലെയർ ആൻഡ് ദിസ് ഇസ് എ ഫൈനൽ ലെയർ. ഇനി ഇതിന് I choose a combination of reds and orange. Okay, ഞാൻ റെഡിൻ്റെ ഒരു ഓറഞ്ചിൻ്റെയും കോമ്പിനേഷനാണ് കൊടുക്കുന്നത്. സോ റെഡ് ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, ബോർഡർ കളർ. സോറി ഞാൻ റെഡിന് ശരിക്കും നിങ്ങളുടെ കയ്യിൽ വലിയ പെൻസിലിൻ്റെ ഷെയ്ഡിങ്ങിൻ്റെ സെറ്റാണ് ഉള്ളതെങ്കിൽ, അതായത് മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ടെങ്കിൽ റെഡിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടാവും. സോ യു കൻ ആക്ച്വലി യൂസ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് റെഡ്. എൻ്റെ കയ്യിൽ റെഡ് ഒന്നും ഉള്ളതായതുകൊണ്ടാണ് ഐ എം ഗോയിങ് ഫോർ എ ഓറഞ്ച് കോമ്പിനേഷൻ. സോ നമുക്ക് റെഡ് ആയി. ലെറ്റ്സ് ഗിവ് എ കളർ. ഓൾറൈറ്റ്, ഞാൻ ആ ഒരു റെഡിൻ്റെ ഉള്ളിൽ ഓറഞ്ച് വെച്ച് കൊടുക്കുകയാണ്. വളരെ സ്ലോ ആയിട്ട് ഒരേ സൈഡിലേക്ക് ഒരേ ഡയറക്ഷനിലുള്ള ഷെയ്ഡിങ്ങാണ് ഞാൻ കൊടുക്കുന്നത്. അതായത് ത്രൂ ഔട്ട് ഈ മുകളിലേക്കും താഴേക്കും വരുന്ന ഡയറക്ഷനിൽ. ഈ റെഡിൻ്റെ മുകളിലൂടെ ഒരുപാട് കൊടുക്കരുത്, അപ്പോൾ റെഡ് ഓവർ ഷാഡോ ആയിപ്പോവും. അപ്പോൾ അവിടെ റെഡ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ് കൊടുക്കാവൂ, സോഫ്റ്റ് ഷെയ്ഡിങ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ഫ്ലവർ കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലവർ വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ രണ്ട് കളർ യൂസ് ചെയ്തിട്ടുള്ള ഷെയ്ഡിങ്ങും പഠിച്ചു. വേറൊരു കാര്യം ചെയ്യാൻ പോകുന്നത്
നമ്മൾ ഈ വരച്ചതിനെ ഞാനൊന്ന് ഔട്ട്ലൈൻ ചെയ്യും, കാരണം ഇത് മാഞ്ഞു പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഔട്ട്ലൈൻ ചെയ്യാണ്. നിങ്ങൾ പെൻസിൽ കൊണ്ട് മാത്രം വരച്ചാൽ മതിയാവും കേട്ടോ. സോറി, ഐ ലോസ്റ്റ് മൈ പവർ. സോറി, നേരത്തെ മൈ പവർ ഗോട്ട് ലോസ്റ്റ്, അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഇത് ചില സമയം നമ്മൾ പെൻസിലൊക്കെ വരയ്ക്കുമ്പോൾ ഓവർ ദ ടൈമിൽ ഇതിൻ്റെ കളർ ഫെയ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിതൊന്ന് ബ്ലാക്ക് ലൈനർ വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇറ്റ് ഇസ് ജസ്റ്റ് ബേസിക്കലി മൈ മാർക്കേഴ്സ്, വേറെ ലൈനർ സെപ്പറേറ്റ് ലൈനേഴ്സ് ഒന്നുമല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഫ്ലവറിൻ്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ഫ്ലവർ വരയ്ക്കാൻ നമ്മൾ പഠിച്ചില്ലേ. ഐ തിങ്ക് വിൽ ഇനിഷ്യലി സ്റ്റാർട്ട് വിത്ത് ഫ്ലവേഴ്സ്. അതിൻ്റെ ഇടയിൽ നോക്കട്ടെ ഇഫ് വി ക്യാൻ ഡ്രോ സം ആനിമൽസോ ഫേസസോ മെറ്റീരിയൽസൊക്കെ ആണെങ്കിൽ ഐ ട്രൈ ടു ഇൻകോർപ്പറേറ്റ് ദാറ്റ് ഓൾസോ. എപ്പോഴും നമ്മൾ ഫ്ലവറും ലീവ്സും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങൾക്ക് എല്ലാ ആർട്ടും ചെയ്യാൻ പറ്റും. ലൈക്ക് ഇങ്ങനെയൊക്കെ ഇതൊക്കെ വരയ്ക്കാൻ പഠിച്ചാൽ തന്നെ മെഹന്തി എല്ലാം ഫ്യൂ ഓണ പൊട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. മണ്ഡല പഠിച്ചു കഴിഞ്ഞാൽ മെഹന്തി ചെയ്യാൻ പറ്റും. ചില ആർട്ടുകൾ സ്പെസിഫിക് ആയിട്ട് നമ്മളത് പഠിച്ച് അല്ലെങ്കിൽ വരച്ച് ശീലിച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് വർക്ക്സ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനിയുള്ള നിങ്ങളുടെ മൊഡ്യൂൾസൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് പോകും, കാരണം യു ഹാവ് എ ഗുഡ് ബേസിക്സ് വർലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. റൈറ്റ്, അപ്പോൾ ഞാൻ അവൻ്റെ ഔട്ട്ലൈനിങ് കഴിഞ്ഞു. സോ ദിസ് ഈസ് ദി ഫൈനൽ വർക്ക്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ വേറെ ഒരെണ്ണം ചെയ്യാം. താങ്ക് യു.